ചിമ്പുദേവൻ ഡയറക്റ്റ് ചെയ്ത ബോട്ട് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സിനിമ പുള്ളി ഒരുക്കിയിരിക്കുന്നത് ദ ഓൾഡ് മാൻ ആൻഡ് സീ എന്ന നോവലിനെയും 12 ആംഗ്രി മാൻ എന്ന സിനിമയെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം ചിമ്പുദേവൻ്റെ പടങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് എന്ന ഒരു പടമാണ്. ഇൻസൈ അരസൻ ഇരുപത്തിമൂന്നാം മുരുകേശി ആയാലും അറയ്യൻ 305 കടവുളായാലും ഇരുമ്പുകോട്ടയും മോട്ടസിംഗോ ആയാലും കംപ്ലീറ്റ്ലി നമ്മളെ കണ്ടു ശീലിക്കാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി ടൈപ്പായിരുന്നു ഈ മൂന്നെണ്ണം. അതിനുശേഷം വിജയുടെ പോലൊരു ബിഗ് സ്റ്റാർ പുള്ളിക്കൊപ്പം ചേരുന്നു. പുലി എന്ന സിനിമ തിയേറ്ററിൽ ഭയങ്കര നിരാശ സമ്മാനിച്ചൊരു സിനിമയാണ് പുലി. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഒരു സ്റ്റാർ ഉള്ളിൽ വരുമ്പോൾ കോംപ്രമൈസ്ഡ് ആവുകയാണോ അല്ലെങ്കിൽ സംതിങ് ആഡ് ഓൺ ചെയ്യുന്നതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നതല്ല. പക്ഷേ സിനിമ പരാജയമാണെങ്കിൽ പോലും അതിലെ എഫക്ട്സ് ഇന്ന് ഇത്രയും ടെക്നോളജി വളർന്നതിന് ശേഷം പോലും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അന്നത്തെ VFX ആയാലും എല്ലാം എനിക്ക് അതിൽ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുള്ളി അതിൻ്റെ വൻപൻ തോൽവിക്ക് ശേഷം കുറേ വർഷങ്ങൾ സിനിമ ചെയ്യാതെ കസടത്തവറ എന്നുള്ള ഒരു പടം മാത്രം വന്നിട്ടുള്ളൂ. അതിനുശേഷം വന്ന ഒരു ബോട്ട് എന്ന സിനിമ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു പഴയൊരു ടൈപ്പ് പടം തന്നെ തിരിച്ചു വരുന്നു എന്നൊരു രീതിയിലുള്ള പ്രതീക്ഷ വെച്ച് കണ്ട ഒരു സിനിമയായിരുന്നു. യോഗി ബാബു, ഗൗരി ജിഗിഷൻ, MS ഭാസ്കർ തുടങ്ങിയവരൊക്കെയാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. സിനിമ പറയുന്ന ഒരു പീരിയോഡിക് ടൈമിലാണ്. സ്വാതന്ത്ര്യം മുമ്പൊരു 2ാം ലോകം യുദ്ധകാലത്ത് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു ജപ്പാൻകാരൻ്റെ. അങ്ങനെ അത് പേടിച്ച് ഒരു ബോട്ടിൽ കയറി കുറച്ച് പേര് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ബോട്ട് കടൽ മാർഗത്തിൽ പോകവേ പകുതി എത്തുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിനിടയിൽ ഈ 10 പേരുടെ പരിചയപ്പെടൽ, സംഭാഷണങ്ങൾ, മതം, ജാതി, പൊളിറ്റിക്സ്, പിന്നെ ചരിത്രത്തിലെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നത് തന്നെയാണ് സിനിമയിലെ ഉടനീളം കാണാൻ പറ്റുന്നത്. വേറെ പുള്ളിയുടെ തന്നെ സ്ഥിരം സാന്നിധ്യങ്ങളായ കുറച്ച് പേരാണ് ഈ തമാശ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുറച്ച് പേര് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. സിനിമയിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ബോട്ട് കൊണ്ടുപോകുന്നു, ഒരു കടലിൻ്റെ നടുക്ക് വെച്ച് നിൽക്കുകയാണ്. പിന്നീട് ഈ ഫുൾ സ്റ്റോറി നടക്കുന്നത് ആ ബോട്ടിനകത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ലാഗിങ് തോന്നാറുണ്ട്. കാരണം ഒന്നില്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നു ആ സംഭാഷണങ്ങളോ അവർ തമ്മിലുള്ള കണക്റ്റനോ അല്ലെങ്കിൽ ഇമോഷണൽ അവരുടെ കഥകൾ പറയുമ്പോഴും നമുക്കൊന്നും കണക്റ്റ് ആകുന്നില്ല. പുള്ളി ചിമ്പുദേവൻ എന്ന ഒരു ഡയറക്ടറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. സോ കംപ്ലീറ്റ്ലി നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒറ്റ ഷോട്ട് അല്ലെങ്കിൽ ഒരേ ഒരു സംഭവം ബോട്ടിൽ നിന്ന് തന്നെയാണ് സംഭവം നടക്കുന്നത്. സോ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ത്രൂ ഔട്ട് നമ്മളെ പിടിച്ചിരുത്താൻ സാധിക്കുള്ളൂ. അതിന് ഫെയിലിയറാണ് ഇതിൽ സംഭവിച്ചത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ താത്താൻ്റെ റെഫറൻസൊക്കെ ഉണ്ട്. MS ഭാസ്കറിൻ്റെ ക്യാരക്ടറൊക്കെ നിങ്ങൾ കണ്ടവർക്ക് അറിയാനായിരിക്കും. സോ ഈ സിനിമ എനിക്ക് വർക്കായില്ല. ബേസിക്കലി ഇറ്റ്സ് ഒരു ആവറേജിൽ താഴെ നിൽക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ത്രൂ ഔട്ട് എക്സൈറ്റ്മെൻറ്റിങ് ഫാക്ടറായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പുള്ളിയുടെ പടങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു എൻ്റർടൈനിങ് ആയാലും അല്ലെങ്കിൽ നമ്മൾ കണ്ടു ശീലിക്കാത്ത കുറച്ച് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്ന നല്ല രസകരമായി ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. സോ അത് ഈ സിനിമയിൽ എവിടെയും കണ്ടില്ല. സോ ഞാൻ വിചാരിക്കുന്ന പുള്ളിയുടെ നല്ലൊരു ആ 3 പടങ്ങളെ പോലെ മികച്ച ഒരു സിനിമയായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. സോ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു സിനിമേൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.